കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനം. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച സംഭവം നിയമസഭയിൽ കൊണ്ടുവരുമെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ്. മർദ്ദനത്തിനിരയായ സുജിത്തിന് സമരവേദിയിൽ സ്വർണമാല ഊരി നൽകി ഡിസിസി പ്രസിഡന്റ്. കുരീച്ചിറ വെയർഹൌസിന് സമീപം ഫ്രൂട്ട്സ് ആൻഡ് ബേക്കറി കടയ്ക്ക് തീപിടിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. പാലിയേക്കരയിലെ ടോൾ പിരിവിനുള്ള സ്റ്റേ തിങ്കളാഴ്ച വരെ നീട്ടി ഹൈക്കോടതി. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് സംബന്ധിച്ച് നിലവിലെ സാഹചര്യങ്ങൾ കളക്ടർ കോടതിയെ ധരിപ്പിച്ചു. കൊരട്ടി ആറ്റപ്പാടത്ത് മദ്യപിച്ചുണ്ടായ വഴക്കിനിടെ പിതാവ് കുത്തേറ്റ് മരിച്ചു. ആറ്റപ്പാടം കരിയാട്ടിൽ ജോയ് ആണ് കൊല്ലപ്പെട്ടത്. മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേച്ചേരിയിൽ കെഎസ്ആർടിസി ബസ് കണ്ടക്ടറെ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ ക്രൂരമർദ്ദനത്തിനിരയാക്കി. കരുനാഗപ്പള്ളി സ്വദേശി രാജേഷ് കുമാറിനാണ് മർദ്ദനമേറ്റത്. വാർത്തകൾ വിശദമായി. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും മാർച്ച് നടത്തി കോൺഗ്രസ്. പ്രതികളായ എല്ലാ പോലീസുകാരെയും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാണ് കെപിസിസിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. സംസ്ഥാനതല പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ കെപിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു. സുജിത്തിന് മർദ്ദനമേറ്റ സംഭവം നിയമസഭയിൽ അതീവ ഗൗരവത്തിൽ കൊണ്ടുവരുമെന്ന് കെപിസിസി പ്രസിഡന്റ് പറഞ്ഞു. കുന്നംകുളത്തെ പോലീസ് മർദ്ദന കേസിലെ പ്രതികളെ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റി കൊടുത്തു എന്നതാണ് കേരള പോലീസ് നൽകിയ ശിക്ഷ. മനുഷ്യജീവൻ സംരക്ഷിക്കേണ്ട പോലീസ് തന്നെ മനുഷ്യജീവൻ തട്ടിയെടുക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടത്തുന്നത്. സുജിത്തിനെ മർദ്ദിച്ചവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും കെപിസിസി പ്രസിഡന്റ് പറഞ്ഞു. ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പോലീസ് മർദ്ദനത്തിനിരയായ സുജിത്തിനെ ചേർത്തുപിടിച്ച് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. വിവാഹ സമ്മാനമായി പ്രതിഷേധവേദിയിൽ വെച്ച് 2 പവന്റെ സ്വർണമാല ഡിസിസി പ്രസിഡന്റ് ഊരി നൽകി. 15-ാം തീയതിയാണ് സുജിത്തിന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്. പോലീസ് മർദ്ദനത്തിനെതിരെ നാടാകെ പ്രതിഷേധങ്ങൾ നടക്കുന്ന സമയമാണ്. കുന്നംകുളത്ത് കോൺഗ്രസിന്റെ ജനകീയ പ്രതിഷേധ സദസ്സായിരുന്നു. കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആയിരുന്നു ഉദ്ഘാടകൻ. ഉദ്ഘാടന പ്രസംഗത്തിൽ കെ.സി. വേണുഗോപാൽ വിവാഹ സമ്മാനമായി കഴിഞ്ഞ ദിവസം മോതിരം നൽകിയ കാര്യം അദ്ദേഹം പരാമർശിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മാലയെങ്കിലും നൽകണമെന്ന് ഹാസ്യരൂപേണ പറയുകയും ചെയ്തു. പറഞ്ഞു തീരും മുൻപ് ജോസഫ് ടാജറ്റ് മാല നൽകുന്നതായി മുൻ എം പി ടി.എൻ. പ്രതാപൻ പ്രഖ്യാപിച്ചു. വേദിയിൽ വെച്ച് തന്നെ കഴുത്തിലണിഞ്ഞിരുന്ന 2 പവൻ തൂക്കം വരുന്ന മാല ഊരി ഡിസിസി പ്രസിഡന്റ് നൽകി. വേദിയിൽ തന്നെ മാല സുജിത്തിന്റെ കഴുത്തിലണിയിക്കുകയും ചെയ്തു. ടി.സി.വി. ന്യൂസ്, കുന്നംകുളം. പോലീസ് സ്റ്റേഷനുകൾ CPM ഓഫീസുകളായി മാറിയെന്ന് ഡിസിസി സെക്രട്ടറി അനിൽ പുളിക്കൻ അഭിപ്രായപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിന് നേരെ പോലീസ് സ്റ്റേഷനിൽ നടത്തിയ ക്രൂരമായ മർദ്ദനത്തിൽ പ്രതിഷേധിച്ചും കസ്റ്റഡി മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടും കോൺഗ്രസ് വെങ്കിടങ്ങ്, മുല്ലശ്ശേരി, പാവറട്ടി, എളവള്ളി, തൈക്കാട് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പാവറട്ടി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ ജനകീയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി PK രാജൻ, കോൺഗ്രസ് നേതാക്കളായ സിജു പാവറട്ടി, AT സ്റ്റീഫൻ, PB ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻപന്തിയിൽ നിന്നും പ്രവർത്തിക്കുന്ന സമൂഹത്തിലെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് സമരം ചെയ്യുന്നത് എന്നും സ്ത്രീകൾ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോകാൻ മടിക്കുകയാണെന്നും മുൻ MLA TV ചന്ദ്രമോഹൻ പറഞ്ഞു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ എല്ലാ പോലീസുകാരെയും സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് തൃശൂർ ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് സമീപം നടത്തിയ ജനകീയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ ബ്ലോക്ക് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. മുൻ മേയർ IP പോൾ, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ J. പല്ലൻ, DCC സെക്രട്ടറി ഉസ്മാൻ ഖാൻ, രവി താണിക്കൽ, നോർത്ത് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആശിഷ് മൂത്തേടത്ത്, സൗത്ത് മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് പുലിക്കോട്ടിൽ, വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ടോം ആന്റണി, ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ജോർജ് ചാണ്ടി തുടങ്ങിയവർ സംസാരിച്ചു. ഉടനെ നടപടി എടുത്തു കഴിഞ്ഞാൽ അയാളെ നടപടി ശിക്ഷിക്കേണ്ടി വരും. എന്നാൽ CI ആണെങ്കിലോ
വിയ്യൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ ആക്ഷേപിച്ചതായി ആരോപിച്ച് വിൽവട്ടം, കോലഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി വിയ്യൂർ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. സ്റ്റേഷനിൽ നിന്നും പുറത്തേക്കിറങ്ങിയ പോലീസ് ജീപ്പിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ആക്ഷേപിച്ചതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളുമായി വിയ്യൂർ SHO നടത്തിയ ചർച്ചയെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. പ്രതിഷേധ സമരത്തിന് അയ്യന്തൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KA അനിൽകുമാർ, വിൽവട്ടം മണ്ഡലം പ്രസിഡന്റ് നിഖിൽ, സതീശൻ എന്നിവർ നേതൃത്വം നൽകി. കുരിയച്ചിറ വെയർഹൌസിന് സമീപം ഫ്രൂട്ട്സ് ആൻഡ് ബേക്കറി കടയ്ക്ക് തീപിടിച്ചു. ഒല്ലൂർ സ്വദേശി പുതുക്കാടൻ വീട്ടിൽ വിനോദിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്രൂട്ട്സ് ഫാക്ടറി എന്ന കടയിലാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഓലയും ഷീറ്റും മേഞ്ഞ ഷെഡായിരുന്നതിനാൽ തീ ആളിപ്പടർന്നു. തൃശൂരിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. നഷ്ടം കണക്കാക്കിയിട്ടില്ല. അതന്നെ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് സംബന്ധിച്ച് നിലവിലെ സ്ഥിതി തൃശൂർ ജില്ലാ കളക്ടർ ഹൈക്കോടതിയെ ധരിപ്പിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഓൺലൈനിലൂടെയാണ് ഹാജരായത്. അതേസമയം ടോൾ പിരിക്കുന്നതിനുള്ള സ്റ്റേ ഹൈക്കോടതി തിങ്കളാഴ്ച വരെ നീട്ടി. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് ചിലയിടങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും ഗതാഗത കുരുക്കും യാത്രാ ദുരിതവും പൂർണ്ണമായി മാറ്റാൻ കരാർ കമ്പനിക്കായിട്ടില്ല. കേസ് തിങ്കളാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും. കൊരട്ടി ആറ്റപ്പാടത്ത് മദ്യപിച്ചുണ്ടായ വഴക്കിനിടെ പിതാവ് കുത്തേറ്റു മരിച്ചു. ആറ്റപ്പാടം കരിയാട്ടിൽ 60 വയസ്സുള്ള ജോയ് ആണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് മകൻ ക്രിസ്റ്റിയെ ചാലക്കുടി DYSP PC ബിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഇരുവരും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അവിവാഹിതനായ ക്രിസ്റ്റിയും പിതാവ് ജോയിയും വീട്ടിൽ മദ്യപിക്കുകയും വഴക്കുണ്ടാക്കുകയും പതിവാണെന്ന് പോലീസ് പറഞ്ഞു. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി സംഭവസ്ഥലത്തു നിന്നും കണ്ടെടുത്തു. കേച്ചേരിയിൽ KSRTC ബസ് കണ്ടക്ടറെ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ മർദ്ദിച്ചു. കരുനാഗപ്പള്ളി സ്വദേശി ഗുരുസദനം വീട്ടിൽ രവീന്ദ്രന്റെ മകൻ രാജേഷ് കുമാറിനാണ് മർദ്ദനമേറ്റത്. കൃഷ്ണരാജ് എന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ മണ്ണുത്തി സ്വദേശി മുഹമ്മദ് സ്വാലിഹാണ് KSRTC ബസ് കണ്ടക്ടറെ മർദ്ദിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോയിരുന്ന KSRTC ബസ് അക്കിക്കാവ് ബൈപ്പാസ് വഴി കേച്ചേരിയിൽ എത്തിയ സമയത്താണ് KSRTC കണ്ടക്ടർക്ക് മർദ്ദനമേറ്റത്. റോഡ് ബ്ലോക്കായതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് സ്വാലിഹ് KSRTC ബസ് കണ്ടക്ടറെ മർദ്ദിക്കുകയുമായിരുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ KSRTC ബസ് കണ്ടക്ടർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ ബസ് കണ്ടക്ടറുടെ 2 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല നഷ്ടപ്പെടുകയും ടിക്കറ്റ് മെഷീന് കേടുപാടുകൾ സംഭവിച്ചതായും പറയുന്നു. കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ഇടവേള. ഗോബോ നന്ദിര T-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം 50 സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC non-AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. വാർത്തകളിലേക്ക് വീണ്ടും. കുന്നംകുളം പോലീസ് സ്റ്റേഷന് മാവോയിസ്റ്റ് ഭീഷണി. മാവോയിസ്റ്റ് എന്നവകാശപ്പെട്ട് മാനന്തവാടി സ്വദേശിയാണ് ഭീഷണിക്കത്ത് അയച്ചത്. രാധാകൃഷ്ണൻ, മാവോയിസ്റ്റ് ചീഫ്, കേരള എന്ന പേരിലാണ് കത്ത് ലഭിച്ചത്. സമാനമായ രീതിയിൽ മുൻപും കത്തുകൾ അയച്ചിട്ടുള്ളയാളാണ് രാധാകൃഷ്ണൻ.
നിരോധിത മാവോയിസ്റ്റ് സംഘടനകളുമായി ഇയാൾക്ക് ബന്ധമില്ല. മാനസിക രോഗത്തിന് ചികിത്സ തേടുന്നയാളാണ് ഇയാളെന്നും പോലീസ് പറഞ്ഞു. വെട്ടുകാട് ഏഴാംകല്ല് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച വിദേശമദ്യവുമായി മധ്യവയസ്കനെ തൃശൂർ എക്സൈസ് റേഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു. ഏഴാംകല്ല് സ്വദേശി കൊടിമരത്തിങ്കൽ വീട്ടിൽ സന്തോഷിനെയാണ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ NR രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 500 ലിറ്ററിന്റെ 18 കുപ്പി മദ്യവും പിടിച്ചെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രിവന്റീവ് ഓഫീസർമാരായ ലത്തീഫ്, സിജോമോൻ, ബിജു, നിധിൻ എന്നിവർ മദ്യം പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. നേപ്പാളിൽ കുടുങ്ങിയ തൃശൂർ സ്വദേശികൾ ഉൾപ്പെടെയുള്ള മലയാളികളെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുന്നു. എരുമപ്പെട്ടി സ്വദേശി ഡോക്ടർ സുജയ് സിദ്ധാർത്ഥൻ, വാടാനപ്പള്ളി സ്വദേശി അഭിലാഷ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ടിബറ്റിലെ ഹോട്ടലിൽ തങ്ങുന്നത്. ഇവർ ഉൾപ്പെടെയുള്ള 100 പേർ അടങ്ങുന്ന സംഘം 10 ദിവസം മുൻപാണ് നേപ്പാളിൽ എത്തിയത്. കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. വർഗീസ് ചൊവ്വന്നൂരിനെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തു. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫാണ് പ്രഖ്യാപനം നടത്തിയത്. ചൊവ്വന്നൂർ സ്വദേശി സുജിത്തിനെ കുന്നംകുളം പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പോലീസിനെതിരെയുള്ള നിയമ പോരാട്ടത്തിന് മുൻനിരയിൽ നിന്നത് വർഗീസ് ചൊവ്വന്നൂർ ആയിരുന്നു. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാന ഹോം സ്റ്റേയുടെ മതിൽ തകർത്തു. കാർഷിക വിളകളും നശിപ്പിച്ചു. ഹോളി ഏഞ്ചൽസ് സ്കൂളിന് സമീപത്തെ ഹോം സ്റ്റേയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു ആനയുടെ ആക്രമണം. മതിൽ തകർത്തകത്തുകടന്ന കാട്ടാന പറമ്പിലെ നിരവധി കാർഷിക വിളകളും നശിപ്പിച്ചു. 1.5 മണിക്കൂറിന് ശേഷമാണ് ആന മടങ്ങിപ്പോയത്. 1 മാസക്കാലമായി പ്രദേശത്ത് കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവാണ്. മമ്മൂട്ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കൂർക്കഞ്ചേരി സ്വദേശിയായ സബീർ നിർമ്മിച്ച മഹാനടൻ എന്ന ആൽബം ഹിറ്റാകുന്നു. റിലീസ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മമ്മൂട്ടി ഉൾപ്പെടെ നിരവധി പേരാണ് ആൽബത്തെക്കുറിച്ച് മികച്ച അഭിപ്രായം രേഖപ്പെടുത്തിയത്. BK ഹരിനാരായണനാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സൂരജ് കുറുപ്പാണ് സംഗീത സംവിധാനം. ആവണി മൽഹാറും സൂരജ് കുറുപ്പും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. അനിൽ എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു. ഈ മാസം 6-ന് തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ചടങ്ങിലാണ് ആൽബം റിലീസ് ചെയ്തത്. മമ്മൂട്ടിയുടെ കാർ നമ്പറായ 369 ചേർത്ത് M369 എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് മഹാനടൻ എന്ന ആൽബം റിലീസ് ചെയ്തിരിക്കുന്നത്. 40 വർഷമായി മമ്മൂട്ടിയുടെ ആരാധകനാണെന്നും മമ്മൂട്ടിയെക്കുറിച്ച് ഇതുവരെ ഇറങ്ങിയ ഒരു പാട്ടും തനിക്ക് തൃപ്തി തരാത്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു ആൽബം ഇറക്കാൻ പ്രചോദനമായതെന്നും സബീർ പറഞ്ഞു. ഞാൻ ഒരു 10-40 വർഷമായിട്ട് മമ്മൂക്കയുടെ ഒരു ആരാധകനാണ്. അപ്പം മമ്മൂക്കാനെ കുറിച്ച് 45 വർഷമായി മമ്മൂക്ക ലൈവായിട്ട് മലയാള സിനിമയിലുണ്ട്. അപ്പോൾ മമ്മൂക്കാനെ കുറിച്ച് ഒരുപാട് പാട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടുകളൊന്നൊരു ഫാൻ എന്ന നിലയ്ക്ക് എനിക്ക് അത്ര തൃപ്തി നൽകിയിട്ടില്ല. ഇപ്പോൾ ഒരു പാട്ട് അങ്ങനെ ചെയ്യണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. ഈ സെപ്റ്റംബർ 7 മമ്മൂക്കയുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. ബർത്ത്ഡേയിൽ അങ്ങനെ ഒരു പാട്ട് നമ്മൾ ഇറക്കി. ആ വീഡിയോ ആൽബത്തിൻ്റെ പേര് മഹാനടൻ എന്നാണ്. ഞാനാണ് ആ പാട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മമ്മൂക്ക പാട്ട് കേട്ടു, നല്ല അഭിപ്രായമാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറയുന്നു. അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. 35 വർഷങ്ങൾക്ക് മുൻപ് തൃശ്ശൂരിൽ ആദ്യമായി മമ്മൂട്ടി ഫാൻസിന് തുടക്കം കുറിച്ചത് കൂർക്കഞ്ചേരി സ്വദേശി സബീറാണ്. 90കളിൽ തിയേറ്റർ പ്രവർത്തനം തുടങ്ങിയ സബീർ സ്ക്രിപ്റ്റ് റൈറ്റർ, അസിസ്റ്റന്റ് ഡയറക്ടർ, അഭിനേതാവ് എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയനാണ്. മാടക്കും മൃഗയക്കും കളരിച്ചേകവ വീരനും ഉയരേകി നിറവേകി പലതായി മാറിയ കാലം TCV ന്യൂസ്, തൃശൂർ. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക് വീണ്ടും. പനി ബാധിച്ച് അമര ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. വെള്ളാറ്റഞ്ഞൂർ പുറത്തൂർ വീട്ടിൽ സൈമൺ ആണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. പ്രതിഭ കോളേജ് സ്ഥാപകനും പ്രിൻസിപ്പാളുമായിരുന്നു. തൃപ്രയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. ലോറിയും 4 കാറുകളും സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത്.
ഇടവഴിയിൽ നിന്ന് പൊടുന്നനെ കയറി വന്ന ലോറിയിൽ കാർ ഇടിക്കുകയായിരുന്നു. ഇതോടെ പിന്നിൽ വന്നിരുന്ന മറ്റ് 3 കാറുകളും കൂട്ടിയിടിച്ചു. ഇതിൽ ഒരു കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയും ചെയ്തു. അപകടത്തിൽ പരിക്കേറ്റ 4 പേരെ ആക്ട്സ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടത്തെ തുടർന്ന് 1 മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹ തിരക്ക് തുടരുന്നു. നിയന്ത്രണ സംവിധാനങ്ങൾ പാളിയതോടെ വിവാഹ സംഘങ്ങൾ തിരക്കിൽ വീർപ്പുമുട്ടി. ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടക്കുന്നത് ചിങ്ങമാസത്തിലാണ്. ഓണാവധി കഴിഞ്ഞിട്ടും 186 വിവാഹങ്ങളാണ് ബുധനാഴ്ച നടന്നത്. ചിങ്ങത്തിലെ മുഹൂർത്തമുള്ള ദിവസമായതിനാലാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണം. പുലർച്ചെ 5 മുതൽ 4 മണ്ഡപങ്ങളിലെ താലികെട്ട് ആരംഭിച്ചു. 5 മുതൽ 9 വരെ 50 വിവാഹങ്ങളാണ് നടന്നത്. 9 മുതൽ 10 വരെ മാത്രം 100 വിവാഹങ്ങൾ നടന്നു. ഈ സമയത്ത് ക്ഷേത്ര പരിസരത്തേക്ക് കാലുകുത്താൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. തിരക്കിനിടയിൽ വധു തളർന്നു വീണു. വധൂവരന്മാരുടെ സംഘങ്ങൾക്ക് പരസ്പരം കണ്ടുമുട്ടാൻ കഴിയാത്ത സ്ഥിതിയായി. ഉച്ചയ്ക്ക് 12ഓടെയാണ് തിരക്കിന് ശമനമായത്. തിരക്ക് നിയന്ത്രിക്കാനായി വിവാഹ സംഘങ്ങൾക്കും ദർശനത്തിനുള്ള ഭക്തർക്കും വൺവേ സംവിധാനം ഏർപ്പെടുത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ക്ഷേത്രനടയിൽ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും നഗരത്തിൽ ഗതാഗതക്കുരുക്കുണ്ടായില്ല. വാഹനങ്ങൾക്ക് വൺവേ ഏർപ്പെടുത്തിയിരുന്നു. അഷ്ടമി രോഹിണി ദിവസമായ ഞായറാഴ്ച 200ഓളം വിവാഹങ്ങൾ ഷീട്ടാക്കിയിട്ടുണ്ട്. കണ്ണന്റെ പിറന്നാൾ ദിനത്തിൽ ദർശനത്തിനുള്ള തിരക്കും വിവാഹ തിരക്കും ഘോഷയാത്രകളും കണക്കിലെടുത്ത് പുലർച്ചെ 4-ന് താലികെട്ട് ആരംഭിക്കാൻ സൗകര്യമൊരുക്കുമെന്ന് ദേവസ്വം അറിയിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിരക്ക് നിയന്ത്രിക്കാനുള്ള നിലവിലെ സംവിധാനം ഭക്തർക്ക് ദുരിതമാകുന്നു. തിരക്ക് നിയന്ത്രിക്കാനായി ക്യൂ കോംപ്ലക്സ് നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. വിവാഹത്തിരക്കേറുന്ന ദിവസങ്ങളിൽ ക്ഷേത്രനടയിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. തദ്ദേശീയരായ ഭക്തർക്കും ക്ഷേത്രനടയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഭക്തർക്കും കിഴക്കേ നടയിൽ ദീപസ്തംഭത്തിന് മുന്നിൽ ചെന്ന് തൊഴുത് വേഗം മടങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. തെക്കേ നടയിലൂടെ ദീപസ്തംഭത്തിനടുത്തെത്താൻ മണിക്കൂറുകൾ കാത്തു നിൽക്കണം. തിരക്കുള്ള ദിവസങ്ങളിൽ തെക്കേ നടയിൽ നിന്നും ദീപസ്തംഭത്തിനടുത്തേക്ക് നേരെ പോകുന്നതിന് നിയന്ത്രണമുണ്ട്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ചുറ്റി വേണം ദീപസ്തംഭത്തിന് അടുത്തെത്താൻ. തെക്കേ നടയിൽ നിന്ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിനടുത്തേക്ക് പ്രവേശിക്കുമ്പോഴും വിവാഹ സംഘങ്ങളെ കയറ്റിവിടുവാനായി വരി അടച്ചുകെട്ടും. കാത്തുനിന്ന് വരി തുറന്നാൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപവും അടച്ചിട്ടുണ്ടാകും. ഇവിടെയും കാത്തുനിന്ന് വീണ്ടും കല്യാണ മണ്ഡപത്തിൽ എത്തിയാലും പ്രവേശിക്കാനാകില്ല. കിഴക്കേ നടയിലെ ക്ലോക്ക് റൂം വഴിയാണെങ്കിൽ അവിടെയും തുറന്നിട്ടുണ്ടാകില്ല. വിവാഹ സംഘങ്ങളും ദർശനത്തിനുള്ളവരും കൂടിക്കലരുന്നതോടെ നിന്നു തിരിയാൻ പോലും കഴിയാത്ത അവസ്ഥയാകും. ഇതുമൂലം തദ്ദേശീയരായ ഭക്തർ ഉച്ചവരെ ക്ഷേത്രം നടയിലേക്ക് വരാൻ മടിക്കുകയാണ്. ഇതിന് ശാശ്വത പരിഹാരമായി ക്യൂ കോംപ്ലക്സ് നിർമ്മിക്കണമെന്നാണ് ഭക്തരുടെ ആവശ്യം. TCV, ഗുരുവായൂർ. പെരിഞ്ഞനത്ത് തനിച്ച് താമസിക്കുന്നയാളെ കുളത്തിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. പെരിഞ്ഞനം കോവിലകം സെന്ററിന് പടിഞ്ഞാറ് സഹൃദയ റോഡിൽ മാടമ്പിക്കാട്ടിൽ ജയജീവൻ ആണ് മരിച്ചത്. വീട്ടിലേക്കുള്ള നടവഴിയുള്ള ഭാഗത്തെ കുളത്തിൽ വീണ് കിടക്കുന്ന നിലയിൽ കാണുകയായിരുന്നു. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ റാപ്പർ വേടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിനായി ഹാജരായപ്പോഴാണ് തൃക്കാക്കര പോലീസ് വേടനെ അറസ്റ്റ് ചെയ്തത്. വനിതാ ഡോക്ടറുടെ പരാതിയിലാണ് വേടനെ ചോദ്യം ചെയ്തത്. കേസിൽ വേടനെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചു. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,130 രൂപ, പവന് 81,040 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനം. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച സംഭവം നിയമസഭയിൽ കൊണ്ടുവരുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. മർദ്ദനത്തിനിരയായ സുജിത്തിനെ സമരവേദിയിൽ സ്വർണ്ണമാല ഊരി നൽകി DCC പ്രസിഡന്റ്. കുരിയച്ചിറ വെയർഹൌസിന് സമീപം ഫ്രൂട്ട്സ് ആൻഡ് ബേക്കറി കടയ്ക്ക് തീപിടിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം.
പാലിയേക്കരയിലെ ടോൾ പിരിവിനുള്ള സ്റ്റേ തിങ്കളാഴ്ച വരെ നീട്ടി ഹൈക്കോടതി. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച് നിലവിലെ സാഹചര്യം കളക്ടർ കോടതിയെ ധരിപ്പിച്ചു. കൊരട്ടി ആറ്റപ്പാടത്ത് മദ്യപിച്ചുണ്ടായ വഴക്കിനിടെ പിതാവ് കുത്തേറ്റു മരിച്ചു. ആറ്റപ്പാടം കരിയാട്ടിൽ ജോയ് ആണ് കൊല്ലപ്പെട്ടത്. മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേച്ചേരിയിൽ KSRTC ബസ് കണ്ടക്ടറെ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ ക്രൂരമർദ്ദനത്തിനിരയാക്കി. കരുനാഗപ്പള്ളി സ്വദേശി രാജേഷ് കുമാറിനാണ് മർദ്ദനമേറ്റത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.